അസമിൽ 40 ലക്ഷത്തോളം പേരെ പൗരത്വ പട്ടികയിൽ നിന്ന് പുറന്തള്ളിയ നടപടിക്കെതിരെ ഗൾഫ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലും കടുത്ത പ്രതിഷേധം. അറബ് മാധ്യമങ്ങളിലും മറ്റും രൂക്ഷമായ വിമർശനമുയർന്നതോടെ ഗൾഫിലെ ഇന്ത്യൻ നയതന്ത്ര കേന്ദ്രങ്ങൾ വിശദീകരണവുമായി രംഗത്ത് വന്നു. അസമിലെ പൗരത്വ പട്ടികയിൽ നിന്ന് 40 ലക്ഷത്തോളം പേരെ പുറന്തള്ളിയ നടപടി രാജ്യത്തിനകത്തു മാത്രമല്ല പുറത്തും ഇന്ത്യക്കെതിരെ തിരിയുകയാണ്. അറബ് മാധ്യമങ്ങളും മറ്റും ഏറെ ഗൌരവത്തിലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മ്യാൻമർ ഭരണകൂടം റോഹിംഗ്യകൾക്കെതിരെ തിരിഞ്ഞതുപോലെ സ്വന്തം ജനതയെ വേട്ടയാടാൻ ഇന്ത്യ നടത്തുന്ന ആസൂത്രിത നീക്കമായും ചിലർ സംഭവത്തെ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളും അസമിലെ പൗരത്വ വിവാദം കടുത്ത മനുഷ്യാവകാശ ലംഘനമായാണ് വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ സംസ്കാരം ഏവരെയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സംസ്കാരമായിരുന്നു. അതിൽ നിന്ന് മാറി രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ജാതിയും മതവും നോക്കി വേർതിരിക്കുകയും ആക്രമിക്കുകയും ചെയ്തതിന് പുറമെ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആട്ടിപ്പായിക്കുന്ന ഒരു രീതിയിലേക്ക് രാജ്യം മാറുന്നു എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയെ പൂർണ്ണമായും നാണം കെടുത്തുക തന്നെയാണ് ചെയ്യുക. എന്നാൽ പ്രചാരണം ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗൾഫിലെ ഇന്ത്യൻ നയതന്ത്ര കേന്ദ്രങ്ങൾ രംഗത്തു വന്നു. അസമിൽ പ്രത്യേക മതവിഭാഗത്തിനെതിരായ നീക്കമായി പൗരത്വ പട്ടികയെ ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്ന് പ്രസ്താവനയിൽ എംബസി ചൂണ്ടിക്കാട്ടുന്നു. നിയമപ്രകാരമുള്ള നടപടി മാത്രമാണിതെന്നും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ നിരീക്ഷണത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും പ്രസ്താവനയിൽ എംബസി വ്യക്തമാക്കി. പൗരാവകാശ ലംഘനമായി പ്രശ്നം അവതരിപ്പിക്കപ്പെടുന്നത് പുറം ലോകവുമായുള്ള ഇന്ത്യയുടെ അടുത്ത ബന്ധത്തിന് ദോഷം ചെയ്യുമെന്ന് കണ്ടാണ് ബദൽ നടപടികൾക്ക് മുൻകൈയെടുക്കാൻ കേന്ദ്ര സർക്കാർ ഗൾഫിലെ നയതന്ത്ര കേന്ദ്രങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആസാമിലെ പൗരത്വ വിവാദം പുറം രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ്. നയതന്ത്ര ദൗത്യങ്ങളിലൂടെ ഈ പ്രതിച്ഛായ നഷ്ടം എത്ര കണ്ട് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. MC നാസർ, മീഡിയ 1, ദുബൈ. സൗദിയിൽ ഒരുമിച്ച് താമസിക്കുന്ന വിദേശികൾക്ക് ഒരുമിച്ച് വാടക കരാർ രജിസ്റ്റർ ചെയ്യാമെന്ന് പാർപ്പിടകാര്യ മന്ത്രാലയം. നാഷണൽ അഡ്രസ് ഇതിനു മുന്നോടിയായി ഈജാർ പദ്ധതിയുമായി ബന്ധിപ്പിക്കും. വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനും പുതുക്കുന്നതിനും വാടക കരാർ ഈജാറിൽ രജിസ്റ്റർ ചെയ്യണം. ഈ വ്യവസ്ഥ അടുത്ത മാസം മുതൽ പ്രാബല്യത്തിലാകും. വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനും പുതുക്കുന്നതിനും അടുത്ത മാസം മുതൽ വാടക കരാർ ഇജാറിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒരുമിച്ച് താമസിക്കുന്ന വിദേശികളെ ഇത് ഏറെ ആശങ്കയിലാക്കി. എന്നാൽ ഇക്കൂട്ടർ അവരുടെ പേര് വിവരങ്ങൾ കരാറിൽ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തൽ ഉടമയുടെ ബാധ്യതയാണ്. കൃത്യമായി വാടക നൽകാനും കെട്ടിടവും വസ്തുവകകളും സംരക്ഷിക്കാനും വാടകക്കാർക്കും ബാധ്യതയുണ്ട്. ഇത് ലംഘിക്കുന്ന പക്ഷം ഇരുകൂട്ടർക്കും നിയമ നടപടി സ്വീകരിക്കാം. കരാർ കാലയളവിൽ ഉടമയ്ക്ക് യഥേഷ്ടം വാടക ഉയർത്താനോ അകാരണമായി കുടിയൊഴിപ്പിക്കാനോ സാധ്യമല്ല. താമസം അവസാനിപ്പിക്കാൻ കരാർ കാലാവധിക്കുള്ളിൽ തന്നെ കരാർക്കാർ തമ്മിൽ ധാരണയിലെത്തണം. കരാർ സ്വമേധയാ പുതുക്കുന്നതായോ നിശ്ചിത സമയത്തിന് ശേഷം പുതുക്കുന്നതായോ വ്യവസ്ഥ ചെയ്യാനാകും. കരാറുകാർക്കിടയിലുണ്ടാകുന്ന തർക്ക പരിഹാരത്തിനുതകുന്ന നിയമാവലികൾ മന്ത്രാലയം തയ്യാറാക്കിയിട്ടുണ്ട്. കെട്ടിട ഉടമകൾ, വാടകക്കാർ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, നിക്ഷേപകർ തുടങ്ങിയവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കും വിധം വാടക മേഖല സന്തുലിതമായി പരിഷ്കരിക്കുകയാണ് ഇജാർ പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. മക്കയിലെ പുണ്യഭൂമിയിലെത്തിയ മലയാളി ഹാജിമാർ ഉംറ നിർവഹിച്ച സന്തോഷത്തിലാണിപ്പോൾ. ഹജ്ജ് മിഷന്റെ നേതൃത്വത്തിലാണ് ഹാജിമാരെ ഉംറ നിർവഹിക്കാൻ ഹറമിലെത്തിച്ചത്. ഇന്നെത്തിയ മലയാളി തീർത്ഥാടകരെയും ഹറമിലെത്തിച്ചു. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ മനസ്സും ശരീരവും പാകപ്പെടുത്തി പുണ്യഭൂമിയിലെത്തിയ മലയാളി ഹാജിമാർ ഇന്നലെ രാത്രി തന്നെ ഉംറ പൂർത്തിയാക്കി. ഇന്നലെ രാത്രിയും ഇന്നുമായെത്തുന്നവർ ഇതിനു പിന്നാലെ ഹറമിലെത്തി. പ്രാർത്ഥനാ നിർഭരമായ മനസ്സും നിറകണ്ണുകളുമായാണ് പലരും റൂമിലേക്ക് മടങ്ങിയത്. തൃപ്തരാണ് ആദ്യ ദിനത്തിൽ തന്നെ തീർത്ഥാടകർ. സുഖമായിട്ട് കഴിഞ്ഞ ഒരു മഗ്‌രിബോടുകൂടെ എല്ലാം പൂർത്തിയായി. മഗ്‌രിബ് നിസ്കാരവും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്ന്. പിന്നെ ഇന്ന് അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല. ഇന്നൊക്കെ പിന്നെ ആൾ കുറവായതുകൊണ്ടോ എന്തോന്ന് അറിഞ്ഞില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട്. മക്കയിലെത്തുന്ന ആദ്യ ദിവസത്തിൽ മുത്തവീഫ് നൽകുന്നതും സംഘടനാ വളണ്ടിയർ വിതരണം ചെയ്തതുമായ ഭക്ഷണമാണ് ഹാജിമാർ കഴിച്ചത്. മലയാളി ഹാജിമാരുമായി കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ തുടരുകയാണ്. ഉംറ നിർവഹിച്ച തീർത്ഥാടകർ മക്കയിലെ പുണ്യസ്ഥലങ്ങളിലും ചരിത്ര കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തും. മക്കയിൽ നിന്നും സാബിദ് സലീമിനൊപ്പം അഫ്താബുർ റഹ്മാൻ, മീഡിയ 1. സൗദിയിലെ റിയാദിൽ തനിമയ്ക്ക് കീഴിൽ ഹജ്ജ് വളണ്ടിയർ സേവനത്തിന് പോകുന്നവർക്ക് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500ഓളം വളണ്ടിയർമാരാണ് ഇത്തവണ ഹജ്ജ് സേവനത്തിന് രംഗത്തുണ്ടാവുക. പരിശീലന ക്യാമ്പ് തനിമ പ്രവിശ്യ ജനറൽ സെക്രട്ടറി ബഷീർ രാമപുരം ഉദ്ഘാടനം ചെയ്തു. ഷിഹാബ് കുണ്ടൂർ, മുജീബ് കക്കോടി, നിസാർ വാണിയമ്പലം, മൻസൂർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഖലീൽ പാലോട്, ഷാനിദ് അലി എന്നിവർ സംസാരിച്ചു. വറ്റാത്ത ഉറവയായി ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന കിണറാണ് മക്കയിലെ സംസം.
പ്രവാചകൻ ഇബ്രാഹിമിന്റെ മകൻ ഇസ്മായിൽ കാലിട്ടടിച്ച സ്ഥലത്തുണ്ടായ ഉറവയാണ് സംസം എന്ന് ഇസ്ലാമിക ചരിത്രം പറയുന്നു. ഹജ്ജിലെത്തുന്ന തീർത്ഥാടകർ സംസം വെള്ളവും ശേഖരിച്ചാണ് മടങ്ങാറുള്ളത്. സംസം കിണറിന്റെ ചരിത്രം ഇങ്ങനെ. മതപ്രബോധനത്തിനായി ഇബ്രാഹിം നബി ദൈവനിർദ്ദേശപ്രകാരം ഭാര്യ ഹാജറ ബീവിയെയും മകനായ ഇസ്മായിലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്നു. വിജനമായ മരുഭൂമിയിൽ ഒരിറ്റു വെള്ളം ലഭിക്കാതെ ഹാജറ ബീവി അലഞ്ഞു. കഅബക്കരികിലായി കുഞ്ഞിനെ കിടത്തി ഹാജറ ബീവി വെള്ളം അന്വേഷിച്ചോടി. വെള്ളത്തിനായി കരഞ്ഞ കുഞ്ഞിന്റെ കാൽപാദം തട്ടിയ ഭാഗത്തു നിന്നും വെള്ളം ഉറവ പൊട്ടി. ദൈവാനുഗ്രഹത്തിന്റെ പ്രവാഹമടങ്ങാതായപ്പോൾ വെള്ളത്തെ നോക്കി ഹാജറ ബീവി സംസം അഥവാ അടങ്ങൂ എന്ന് പറഞ്ഞു. ഇതായിരുന്നു സംസം കിണറിന്റെ തുടക്കം. സംസം പുണ്യജലമാണെന്ന് പ്രവാചക പാഠം. ഇന്ന് കിണറിന്റെ കഥ ഇങ്ങനെ. ആഴം 30 മീറ്റർ, 3.25 മീറ്റർ താഴ്ചയിൽ തന്നെ ജലവിതാനം. സെക്കൻഡിൽ 80 ലിറ്റർ ജലം പുറത്തെത്തിക്കുന്നു. ഗവേഷണങ്ങൾ ഇന്നും പുരോഗമിക്കുന്നു. നേരത്തെ കഅബക്കരികിൽ നിന്നും കാണും വിധമായിരുന്നു കിണർ. ഇന്നത് തീർത്ഥാടകർ വലയം ചെയ്യുന്ന മത്താഫിന് താഴെയാക്കി. ഇവിടേക്ക് പ്രവേശനം സുരക്ഷാ കാരണങ്ങളാൽ പരിമിതമാണ്. ഇന്നും ജലവിധാനം ഇതിനകത്ത് കാണാം. ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ത്യാഗം സ്മരിക്കുന്ന ഹജ്ജിനൊടുവിൽ സംസം ശേഖരിച്ചാണ് തീർത്ഥാടകർ മടങ്ങാറ്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, മക്ക. സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ 2ാം ദിവസവും വിവിധ കേന്ദ്രങ്ങളിൽ നല്ല തിരക്കാണ്. മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഇന്നും പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ രംഗത്ത് വന്നത്. പൊതുമാപ്പിന്റെ ആദ്യ നാളായ ബുധനാഴ്ച മാത്രം ദുബൈ അവീർ കേന്ദ്രത്തിൽ സ്വീകരിച്ചത് 1534 അപേക്ഷകരെയാണ്. പൊതുമാപ്പ് കേന്ദ്രത്തിന്റെ പ്രത്യേക ചുമതലയുള്ള ബ്രിഗേഡിയർ ജനറൽ കലഫ് അൽ ഗെയ്ത്താണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. താമസരേഖകൾ ഉറപ്പാക്കി ജീവിതം സുരക്ഷിതമാക്കൂ എന്ന സന്ദേശത്തിൽ ആരംഭിച്ച പൊതുമാപ്പിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച പ്രതികരണത്തിൽ അധികൃതർ സംതൃപ്തി രേഖപ്പെടുത്തി. ആദ്യ ദിവസം ഔട്ട് പാസ് അനുവദിച്ചത് 326 പേർക്കാണ്. അമർ സെന്റർ മുഖേന 416 പേർ പുതിയ വിസയിലേക്ക് മാറാനുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. ദുബൈയിലെ അമർ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിവരങ്ങൾ തേടി ആയിരക്കണക്കിന് ഫോൺ സന്ദേശങ്ങളാണ് എത്തുന്നത്. 3 മാസം നീണ്ടു നിൽക്കുന്ന പൊതുമാപ്പിന്റെ ആദ്യ ദിവസത്തിൽ മികച്ച സേവനങ്ങളാണ് നിയമലംഘകരായ താമസക്കാർക്ക് ലഭിച്ചത്. സന്ദർശക വിസയിലെത്തി രാജ്യത്ത് തങ്ങിയവരും വീട്ടുജോലിക്കെത്തിയ സ്ത്രീകളുമാണ് പൊതുമാപ്പ് കേന്ദ്രത്തിൽ കൂടുതലായും എത്തിച്ചേർന്നത്. അവീറിലെ പൊതുമാപ്പ് കേന്ദ്രം വെള്ളി, ശനി ദിവസങ്ങളിൽ പ്രവർത്തിക്കില്ലെന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മീഡിയ 1, ദുബൈ. കുവൈത്ത് പൗരന്മാർക്കിടയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ട്. സിവിൽ സർവീസ് കമ്മീഷന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 13,523 പേരാണ് നിലവിൽ തൊഴിലില്ലാത്തവരായി ഉള്ളത്. ജനസംഖ്യയിൽ വർധനമുണ്ടായിട്ടും തൊഴിൽ രഹിതരുടെ എണ്ണം കുറഞ്ഞത് സ്വദേശീവൽക്കരണ നടപടികളുടെ ഫലപ്രാപ്തിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2013 സിവിൽ സർവീസ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത സ്വദേശി ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 19,218 ആയിരുന്നു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 13,523 പേരാണ് നിലവിൽ തൊഴിൽ രഹിതരായുള്ളത്. 5 വർഷത്തിനുള്ളിൽ നിരവധി പേർ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയിട്ടും തൊഴിൽ രഹിതരുടെ തോത് കുറഞ്ഞത് സ്വദേശീവൽക്കരണ നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതുകൊണ്ടാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിലില്ലാത്തവരിൽ 61.95% പ്രൈമറി, ഇന്റർമീഡിയറ്റ് വിദ്യാഭ്യാസം മാത്രമുള്ളവരോ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവരോ ആണ്. ഉയർന്ന യോഗ്യതയുള്ളവരിൽ ഒരു വിഭാഗം തങ്ങളുടെ പദവിക്കനുസരിച്ച ജോലി ലഭിച്ചില്ല എന്ന കാരണത്താൽ സർക്കാർ ജോലി നിരാകരിക്കുകയും ചെയ്തു. സിവിൽ സർവീസ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തവരിൽ 35% ഇത്തരത്തിൽ വാഗ്ദാനം ചെയ്ത ജോലി നിരസിച്ചവരാണ്. ചില പ്രത്യേക വകുപ്പുകളിലും തസ്തികകളിലും മാത്രം ജോലി ചെയ്യാൻ തയ്യാറുള്ളവരാണ് മറ്റൊരു വിഭാഗം. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ ജോലിക്ക് ക്ഷണിച്ച് കമ്മീഷൻ കഴിഞ്ഞ മാസം വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സർവകലാശാല ബിരുദം യോഗ്യതയുള്ള 2342 തസ്തികകളാണ് ഒഴിവുള്ളത്. ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് 2400 ഒഴിവുകളുണ്ട്. നിലവിലുള്ള ഒഴിവുകൾ കൂടി നികത്തപ്പെട്ടാൽ തൊഴിൽ രഹിതരായ കുവൈത്തികളുടെ എണ്ണം വളരെ കുറവാകുമെന്നും സിവിൽ സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിൽ ഇന്ത്യൻ സ്കൂൾ ഉൾപ്പെടെ പുതിയ 5 സ്വകാര്യ സ്കൂളുകൾക്ക് കൂടി നിർമ്മിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയം ഭൂമി അനുവദിക്കുന്നു. അൽഖോറിലാണ് പുതിയ ഇന്ത്യൻ സ്കൂൾ സ്ഥാപിക്കുക. ഇതോടെ പുതുതായി പ്രഖ്യാപിച്ച 11 സ്കൂളുകളിൽ ഇന്ത്യൻ സ്കൂളുകളുടെ എണ്ണം 2 ഉയരും. 2022 50,000 സ്കൂൾ സീറ്റുകൾ ലഭ്യമാക്കുകയെന്ന മന്ത്രാലയത്തിന്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ തീരുമാനം. പുതുതായി തുടങ്ങുന്ന 5 സ്കൂളുകളിൽ 2 ഖത്തരി കരിക്കുലവും 2 അമേരിക്കൻ കരിക്കുലവും 1 ഇന്ത്യൻ പാഠ്യപദ്ധതിയും പിന്തുടരുന്നതായിരിക്കും. ആകെ പുതുതായി പ്രഖ്യാപിച്ച 11 സ്കൂളുകളിൽ ഇതോടെ ഇന്ത്യൻ സ്കൂളുകളുടെ എണ്ണം 2 ഉയരും. ഇന്ത്യൻ പാഠ്യപദ്ധതി പിന്തുടരുന്ന സ്കൂൾ അൽഖോറിലായിരിക്കും സ്ഥാപിക്കുക. 15,000 സ്ക്വയർ മീറ്ററിൽ നിർമ്മിക്കുന്ന സ്കൂളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കും. ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിനുൾപ്പെടെ 6 സ്വകാര്യ സ്കൂളുകളുടെ നിർമ്മാണത്തിന് കഴിഞ്ഞ മാസം ഭൂമി അനുവദിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കൂടുതൽ സ്കൂളുകൾക്ക് ഭൂമി അനുവദിക്കുന്നത്. പുതിയ സ്കൂളുകൾ യാഥാർത്ഥ്യമാകുന്നതിലൂടെ 7,000 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം സാധ്യമാകും. അൽ ഖുവൈർ, ഉമ്മൽ ഖാൻ,
അൽഖോർ എന്നിവിടങ്ങളിലായിരിക്കും പുതിയ സ്കൂളുകൾക്ക് ഭൂമി അനുവദിക്കുക. സാമ്പത്തിക വാണിജ്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് ശക്തമാക്കുന്നതിനായി രൂപീകരിച്ച മന്ത്രിതല ഗ്രൂപ്പിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് സ്വകാര്യ സ്കൂളുകൾക്ക് ഭൂമി അനുവദിക്കുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ അൽ താനിയുടെ അധ്യക്ഷതയിലാണ് കമ്മിറ്റിയുടെ പ്രവർത്തനം. 5 സ്വകാര്യ സ്കൂളുകൾക്കായുള്ള ടെൻഡറുകൾ ഓഗസ്റ്റ് 12 പ്രഖ്യാപിക്കും. മീഡിയ 1 ദോഹ. 14 ദിവസങ്ങൾക്കകം തുടർ ചികിത്സ തേടുന്ന രോഗികളിൽ നിന്ന് പണം ഈടാക്കാൻ പാടില്ലെന്ന് സൗദിയിലെ ഇൻഷുറൻസ് കമ്പനികളോട് ഇൻഷുറൻസ് കൗൺസിൽ. ഇൻഷുറൻസ് പരിരക്ഷയുള്ള രോഗികളിൽ നിന്നും ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും പ്രത്യേകം പണം ഈടാക്കാൻ പാടില്ല. ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും പ്രത്യേകം തുക ഈടാക്കരുതെന്നും മുന്നറിയിപ്പിലുണ്ട്. ഒരേ രോഗത്തിന് 14 ദിവസങ്ങൾക്കകം വീണ്ടും ചികിത്സ തേടുന്ന ഇൻഷുറൻസ് പരിരക്ഷയുള്ള രോഗിയിൽ നിന്ന് വീണ്ടും പണം ഈടാക്കാൻ പാടില്ലെന്നാണ് പുതിയ തീരുമാനം. കൗൺസിൽ ഓഫ് കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് ഇക്കാര്യം ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ അറിയിച്ചു. ആകെ തുകയുടെ അടിസ്ഥാനത്തിലല്ല രോഗികളിൽ നിന്ന് പണം ഈടാക്കേണ്ടത്. ഡിസ്കൗണ്ടുകൾക്ക് പുറമെ വരുന്ന പരിശോധനാ ചികിത്സാ ചെലവുകളുടെ അടിസ്ഥാനത്തിലാണ്. OP വിഭാഗത്തിലെ ചികിത്സ, പരിശോധന, ലാബ് ടെസ്റ്റുകൾ, മരുന്നുകൾ, തുടർ ചികിത്സാ സന്ദർശനങ്ങൾ, വേണ്ടി വന്നാൽ മറ്റു ആശുപത്രികളിലേക്കുള്ള റഫറൻസ് എന്നിവക്ക് ഒന്നിച്ചാണ് ഇൻഷുറൻസ് തുക കാണേണ്ടത്. ഇതിനായി പ്രത്യേകം തുക ഈടാക്കാൻ പാടില്ല. ഇൻഷുറൻസ് കമ്പനി നിർദ്ദേശിക്കുന്ന ആശുപത്രികളിൽ ചികിത്സ തേടുമ്പോൾ 20% അല്ലെങ്കിൽ പരമാവധി 75 റിയാൽ വരെ മാത്രമേ ഈടാക്കാവൂ. ആരോഗ്യ ഇൻഷുറൻസ് നിയമവും ഏകീകൃത പോളിസി വ്യവസ്ഥകളും കർശനമായി പാലിക്കണമെന്ന് ഇൻഷുറൻസ് കമ്പനികൾക്കും സേവനദാതാക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൗൺസിൽ. മീഡിയ 1 ജിദ്ദ. വേനലവധി തുടങ്ങിയതോടെ ഖത്തറിൽ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ 11 മാസത്തിനിടയിലെ ഏറ്റവും വലിയ കുറവ് ജനസംഖ്യയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വദേശി പ്രവാസി കുടുംബങ്ങളിൽ ഭൂരിഭാഗവും വേനലവധി ആഘോഷത്തിനായി തിരിച്ചതാണ് ജനസംഖ്യ കുറയാൻ കാരണമായത്. ജൂലൈ അവസാനം രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം 24,50,285 പേരാണ് ഖത്തറിലുള്ളത്. ഈ വർഷം ജൂണിനെ അപേക്ഷിച്ച് 5.3% കുറവാണ് ജൂലൈ അവസാനത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂണിൽ 25,80,734 ഖത്തറിലെ ജനസംഖ്യ. വികസന ആസൂത്രണ സ്ഥിതിവിവര കണക്ക് മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ഇതിനു മുമ്പ് ഖത്തറിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ 2017 ഓഗസ്റ്റിലായിരുന്നു. അന്നത്തെ ജനസംഖ്യ 24,46,328 വാർഷിക വേനലവധി കാരണം നിരവധി കുടുംബങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതാണ് ഈ മാസങ്ങളിൽ ജനസംഖ്യയിൽ കാര്യമായ കുറവുണ്ടാകാൻ കാരണം. സ്വദേശി കുടുംബങ്ങൾക്ക് പുറമെ പ്രവാസി കുടുംബങ്ങളുടെയും പകുതിയിലധികം ശതമാനം അവധി ആഘോഷിക്കാനായി നാടുകളിലേക്ക് തിരിച്ചതും ജനസംഖ്യ കുറയാൻ കാരണമായി. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ജനസംഖ്യയിൽ 19,03,088 പേർ പുരുഷന്മാരും 5,46,397 പേർ വനിതകളുമാണ്. കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം പുരുഷന്മാരുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്നതും ഈ ജൂലൈയിലാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ 18,76,892 പുരുഷന്മാരായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിനെ അപേക്ഷിച്ച് ഈ ജൂലൈയിൽ വനിതകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. 2017 ഓഗസ്റ്റിൽ രാജ്യത്തെ വനിതകളുടെ എണ്ണം 5,47,986 ആയിരുന്നു. ഈ വർഷം ഏറ്റവും ഉയർന്ന ജനസംഖ്യ രേഖപ്പെടുത്തിയത് മെയ് അവസാനമായിരുന്നു. മീഡിയ 1 ദോഹ. റാസൽ ഖൈമയിൽ കല്ലുമ്മക്കായ, ഞണ്ട് തുടങ്ങിയ ജലജീവികളെ അനധികൃതമായി പിടിച്ച കേസിൽ നിരവധി ഏഷ്യൻ തൊഴിലാളികളെ പരിസ്ഥിതി സംരക്ഷണ വികസന അതോറിറ്റി പിടികൂടി. ഫെഡറൽ തദ്ദേശ പരിസ്ഥിതി നിയമം ലംഘിച്ച് സംരക്ഷിത മേഖലകളിൽ നിന്നും ക്രീക്കിൽ നിന്നും പിടിച്ച 111 കിലോഗ്രാം ജലജീവികളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. പരിസ്ഥിതി സുസ്ഥിരതയും തദ്ദേശീയ വിഭവങ്ങളും സംരക്ഷിക്കുന്നതിനും പ്രകൃതി സ്രോതസ്സുകളുടെയും ജലജീവികളുടെയും നാശം നിയന്ത്രിക്കുന്നതിനും അതോറിറ്റി ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുവെന്ന് EPDA ഡയറക്ടർ ജനറൽ ഡോക്ടർ സെയ്ഫ് അൽ ഗൈസ് പറഞ്ഞു. പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഫുജൈറയിലെ ഹമദ് ബിൻ അബ്ദുള്ള റോഡ് നവീകരണം അടുത്ത വർഷം പൂർത്തിയാകും. ഗതാഗതക്കുരുക്ക് കുറക്കാനും വ്യാപാരം വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള പദ്ധതിക്ക് 2.5 കോടി ദിർഹമാണ് ചെലവ്. 2017 ആദ്യത്തിൽ ആരംഭിച്ച റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ 2019 ആഗസ്റ്റിൽ പൂർണ്ണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2017 ആദ്യത്തിലാണ് പദ്ധതി ആരംഭിച്ചത്. നവീകരണം പൂർണ്ണമാകുന്നതോടെ പ്രദേശത്തേക്ക് കൂടുതൽ നിക്ഷേപകർ ആകർഷിക്കപ്പെടും. ഒമാനിലെ സുവൈഖിൽ മസ്ജിദിലുണ്ടായ തീപിടുത്തം അന്വേഷിക്കുമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ബുധനാഴ്ച രാത്രിയാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായി മറ്റ് അധികൃതരുമായി ചേർന്ന് ശ്രമിച്ചു വരികയാണ്. ആരാധനയ്ക്കെത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ഒമാനിലെ ഖൗല ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കൊല്ലം സ്വദേശി നിര്യാതനായി. പത്തനാപുരം മാരൂർ രഘുവിലാസത്തിൽ രഘുവാണ് മരിച്ചത്. റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന രഘുവിനെ ജൂലൈ 30-നാണ് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
ബഹ്റൈനിൽ ആരംഭിച്ച വാരാന്ത കാർഷിക ചന്തയിൽ സംഘടിപ്പിച്ച ഈത്തപ്പഴ മേളയ്ക്ക് മികച്ച ജനപങ്കാളിത്തം. ഈത്തപ്പഴങ്ങളുടെ വൈവിധ്യവും കാർഷിക വിളകളുടെ തനിമയും മേളയെ ശ്രദ്ധേയമാക്കി. ഹൂറത്ത് ആലിയിലുള്ള വാരാന്ത കാർഷിക ചന്തയിലാണ് 2 ദിവസങ്ങളിലായി വിപുലമായ ഈത്തപ്പഴ ഫെസ്റ്റ് ഒരുക്കിയത്. ബഹ്റൈനിലെയും വിദേശ നാടുകളിലെയും വൈവിധ്യമാർന്ന ഈത്തപ്പഴ ഇനങ്ങളുടെയും കാരക്കകളുടെയും വിപുലമായ ശേഖരം മേളയിൽ ഉപഭോക്താക്കളെ തേടിയെത്തി. രാജ്യത്തെ കാർഷിക രംഗത്തെ സ്വയം പര്യാപ്തതയും അഭിവൃദ്ധിയും ലക്ഷ്യമിട്ടാണ് കാർഷിക ചന്തയുടെ ഭാഗമായി ഈത്തപ്പഴമേള സംഘടിപ്പിച്ചത്. പൊതുമരാമത്ത്, മുനിസിപ്പൽ, നഗരാസൂത്രണ മന്ത്രാലയത്തിന് കീഴിലുള്ള കാർഷിക സമുദ്ര സമ്പദ് വിഭാഗം, ബഹ്റൈൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു സംഘാടനം. തേൻ, സുഗന്ധവ്യഞ്ജനങ്ങൾ, നാടൻ ഔഷധങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക സ്റ്റാളുകൾ മേളയിൽ ഒരുക്കിയിരുന്നു. കരകൗശല, കൈത്തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളടക്കമുള്ളവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും ശ്രദ്ധ നേടി. ഈത്തപ്പഴ ഇനങ്ങൾ കൂടാതെ രാജ്യത്തെ പ്രാദേശിക മേഖലകളിൽ നിന്നുള്ള വിവിധതരം പച്ചക്കറികളും പഴങ്ങളും മേളയിലെത്തുന്നു. ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തുന്ന രീതിയിലാണ് വാരാന്ത്യങ്ങളിൽ നടക്കുന്ന കാർഷിക ചന്ത സംവിധാനിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജോമോനോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഖത്തറിൽ ബലിപെരുന്നാളിന് ബലിയെറുക്കാനുള്ള ആടുകൾ കുറഞ്ഞ വിലയ്ക്ക് പൗരന്മാർക്ക് ലഭിക്കാനായി വാണിജ്യ ധനകാര്യ മന്ത്രാലയം നടപടി തുടങ്ങി. സബ്സിഡി നിരക്കിലുള്ള ആടുകളുടെ വിൽപ്പനയാണ് നടക്കുക. ആഗസ്റ്റ് 14 ചൊവ്വാഴ്ച തുടങ്ങുന്ന വിൽപ്പന ആഗസ്റ്റ് 23 വരെ തുടരും. 40 കിലോയും അതിനു മുകളിലുള്ള പ്രാദേശിക ആടുകൾക്ക് 1200 റിയാലുമാണ് മന്ത്രാലയം വില നിശ്ചയിച്ചിരിക്കുന്നത്. 45 കിലോയും അതിനു മുകളിലുള്ള അറബ് ആടുകൾക്ക് 1100 റിയാലുമാണ് വില. 12,500 പ്രാദേശിക ആടുകളെയും അറബ് ആടുകളെയും ഖത്തരി പൗരന്മാർക്കായി സബ്സിഡി നിരക്കിൽ വിപണിയിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ പ്രവാസികൾക്കായി നാദാപുരം മണ്ഡലം KMCCയുടെ ഹെൽപ്പ് ഡെസ്ക് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമൊരുക്കുന്നു. നാളെ വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9 മണി വരെ തുമാമ ഖത്തർ KMCC ഹാളിലാണ് സൗകര്യം ലഭ്യമാക്കുക. ആവശ്യമുള്ളവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാസ്പോർട്ട് കോപ്പി, ഖത്തർ ID കോപ്പി, നാട്ടിലുള്ള ആരുടെയെങ്കിലും ID കോപ്പി എന്നിവയുമായി എത്തിച്ചേരണം. യുവകലാസാഹിതി ഖത്തർ നടത്തുന്ന മഹാനഷ്ടങ്ങളുടെ ജൂലൈ അനുസ്മരണ പരിപാടി നാളെ നടക്കും. അന്തരിച്ച PP മുകുന്ദൻ, KA കേരളീയൻ, TA മജീദ്, PS ശ്രീനിവാസൻ, PS നമ്പൂതിരി, K ദാമോദരൻ, PKV, NE ബൽറാം എന്നിവരെ അനുസ്മരിക്കും. വൈകിട്ട് 6 മണിക്ക് ICC അബു ഹമൂറിൽ വെച്ചാണ് പരിപാടി.